നമ്മുടെ അന്നദാതാവായ നമ്മുടെ രേണു ചേച്ചിക്ക് ഇന്നൊരു സങ്കടം ഉണ്ടായിട്ടുണ്ട്. ചേച്ചിക്ക് അത് ഭയങ്കര വലിയ സങ്കടമായിട്ടുണ്ട്. ചേച്ചി അതിന് നെഞ്ചുപൊട്ടി ഒന്ന് കരഞ്ഞാൽ കൊള്ളാന്നുണ്ട് ചേച്ചിക്ക്. അത്രയും വലിയ സങ്കടമാണ് ചേച്ചിക്ക് ആയിരിക്കുന്നത്. പക്ഷെ ചേച്ചി പറയാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളും ചേച്ചി പറയുന്ന വെച്ച് നോക്കാൻ നേരത്ത് അങ്ങ് ഒന്നും അങ്ങ് യോജിച്ചു പോകുന്നില്ല. എന്തായാലും എന്താ ചേച്ചിക്ക് ഉണ്ടായ സങ്കടം നമുക്കൊന്ന് കണ്ടു നോക്കാം. രേണുസുതിയാണ്. ഞാൻ അങ്ങനെ ഒരു വീഡിയോസ് കണ്ടാലും അധികം പ്രതികരിക്കാത്തതാണ്. ഇന്ന് വേറൊരു വീഡിയോ ഞാനിന്ന് കാണിച്ചു. എൻ്റെ പടം വരച്ചാണ്. പുറകിലൊരു എലിപ്പട്ടിയൊക്കെ ഉണ്ട്. അതുപോലെ അതിൻ്റെ ഇടയിൽ വന്ന കമൻറ്റ് അവൾക്ക് അങ്ങനെ വേണം, അവള് അങ്ങനെയാണ്. നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് എന്നെപ്പറ്റി എന്തറിഞ്ഞിട്ടാണ്? ഈ നെഗറ്റീവ് പറയുന്ന ആർക്കും എന്നെ അറിയില്ല. ഞാൻ എന്ത് സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്, ഞാനിപ്പോൾ ഏത് അവസ്ഥയിലാണ്. രേണു ചേച്ചിക്ക് ഇതാണ് രേണു ചേച്ചിക്ക് ഏറ്റവും ഭയങ്കരമായിട്ടും വിഷമം ഉണ്ടായ സംഗതി എന്ന് പറയുന്നത്. എന്നാലും ഒരു ആർട്ടിസ്റ്റ് വരച്ചൊരു കലയാണ്. എന്നാലും ഇത്രയും വേണ്ടായിരുന്നു ചേട്ടാ. ചേച്ചീനെ ഇങ്ങനെ അപമാനിക്കരുതായിരുന്നു. ചേച്ചിനെ ഓൾറെഡി എല്ലാവരും അപമാനിച്ച് വെച്ചേക്കണേ. പക്ഷെ ഇപ്പൊ ഓൾറെഡി ചേച്ചി പല്ലിയാണ്, ഓന്താണ്, അങ്ങനെ പല പേരുകളും പറഞ്ഞ് പുള്ളിക്കാരനെ അപമാനിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് നിങ്ങൾ ഈ എലിപ്പെട്ടിയുടെ പടമൊക്കെ വരച്ചു വെച്ച് കഴിഞ്ഞാൽ ചേച്ചിക്ക് എന്തുമാത്രം വിഷമാവും. നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഒരു സെലിബ്രിറ്റി അല്ലേ, സെലിബ്രിറ്റി. ഈ സെലിബ്രിറ്റിന് ഇങ്ങനെയൊക്കെ പറയാമോ? പിന്നെ എനിക്ക് മനസ്സിലാവാത്ത മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചേച്ചി പറയാറുണ്ട് ഞാൻ ആരുടെയും വീഡിയോസ് കാണാറില്ല, ഞാൻ ആരും കമന്റ്സ് വായിക്കാറില്ല, ഞാൻ ഒന്നുമേ കാണാറില്ല, എനിക്കത് സജീന ചേച്ചി വല്ല വീഡിയോസ് അയച്ചു തന്നാൽ ഞാൻ ചിലപ്പോൾ കണ്ടെന്ന് വരും. പക്ഷെ അത് മറ്റുള്ളവരുടെ വീഡിയോ അല്ല, സജീന ചേച്ചി എന്തെങ്കിലും അയച്ചു തന്നാൽ ഞാൻ ചിലപ്പോൾ കണ്ടെന്ന് വരും. അതാണ് ചേച്ചിക്ക് പറയാനുള്ളത്. അങ്ങനെയുള്ള ഇത് മാത്രമേ ചേച്ചി കാണാറുള്ളൂ. പക്ഷെ ഇത് ചേച്ചി അപ്പൊ എങ്ങനെ കണ്ടോ? ചേച്ചിക്ക് ആരെങ്കിലും കാണിച്ചു തന്നായിരിക്കും അല്ലെ? അല്ലെങ്കിൽ ഇനി ദിവാസ്വപ്നത്തിൽ വല്ലതും വന്ന് പറഞ്ഞതായിരിക്കും അല്ലെ, ഇങ്ങനെ ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്, അപ്പൊ ഒന്ന് കണ്ടേക്കാൻ. എന്തായാലും ചേച്ചി കണ്ടു. അതുപോലെ തന്നെ ചേച്ചി മറ്റൊരു കാര്യം പറയുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് എന്നെ കുറിച്ച് എന്തറിയാമെന്നും. എന്റെ പൊന്നു രേണുമ്മ, ചേച്ചിക്ക് ചേച്ചിനെ കുറിച്ച് ഒന്നും അറിയില്ലെങ്കിലും ഇപ്പൊ ചേച്ചിനെ കുറിച്ച് നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. പിന്നെ ചില തെണ്ടികള് രേണുവിനെ കുറിച്ച് ആരെന്ത് ചെയ്താലും അവര് അങ്ങോട്ട് വന്ന് മെഴുകും. രേണു അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്, രേണുവിനെ എന്തിനാ നിങ്ങൾ ക്രൂശിക്കാൻ നിക്കണേന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ട് കിടന്ന് മെഴുകുന്നുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകളുടെ വീഡിയോ എടുത്തിട്ട്. അതായത് സ്ത്രീകളെ രേണുവിനെ കുറിച്ച് ആരെങ്കിലും വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ അപ്പൊ ഒരു കിളവൻ, ഒരു മുറുക്കാനും ചവച്ചോണ്ട് ഒരുത്തം വരും. വന്നിട്ട് അവളെ കുറിച്ച് അങ്ങ് പൊക്കിയടിക്കരുത്. എന്നിട്ട് നമ്മളെ പച്ചത്തെറി. എടാ കിളവാ, തൻ്റെ വീഡിയോയ്ക്ക് ഒന്നും അതിനൊന്നും നമ്മള് റിപ്ലൈ തരില്ല. അങ്ങനെ നമ്മൾ കാരണമായിട്ട് താൻ അങ്ങ് പൊങ്ങി കയറാൻ വേണ്ടി നോക്കുന്നില്ല. തൻ്റെ സംസ്കാരം ഞങ്ങൾക്കില്ലാത്തതുകൊണ്ടാണ് താൻ ഉപയോഗിച്ച വേർഡ്സും കാര്യങ്ങളും തനിക്കെതിരെ നമ്മൾ വന്ന് പറയാത്തത്. പിന്നെ തനിക്കുള്ള പണി അത് വരുന്നുണ്ട്, വഴിയേ വരും. താനപ്പം അതിൽ പ്രതീക്ഷിച്ചിരുന്നോളൂ കേട്ടോ. അതായത് നെഗറ്റീവ് പറയുന്ന ആർക്കും ചേച്ചിനെ കുറിച്ച് ഒന്നും അറിയില്ല. പോസിറ്റീവ് പറയുന്ന എല്ലാവർക്കും ചേച്ചിനെ കുറിച്ച് എല്ലാം അറിയാം. അതായത് ഈ പറയുന്ന സജീനയ്ക്കും പിന്നെ നമ്മുടെ ജാസി, അവനും ശ്രീലക്ഷ്മി, പിന്നെ അങ്ങനെ കുറച്ച് പേരെ കരീഷ്മ, മാനേജർ കരീഷ്മ എന്നിവർക്ക് മാത്രമേ രേണുവിനെ കുറിച്ച് അറിയുള്ളൂ. നെഗറ്റീവ് പറയുന്ന ആർക്കും രേണുവിനെ കുറിച്ച് ഒന്നും അറിയില്ല. അതാണ് ചേച്ചി ഇവിടെ നമുക്ക് പറഞ്ഞു വെക്കുന്നത്. ഞാൻ എന്ത് സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്, ഞാനിപ്പോ ഏത് അവസ്ഥയിലാണ് പോകുന്നത്, അല്ലെങ്കിൽ ഏതാണ് അവസ്ഥ? മറ്റേ ചുണ്ട് പൊട്ടി എന്ന് പറഞ്ഞ് വൈകാതായിട്ട് ഇങ്ങനെ ഇട്ട് കാണിച്ചല്ലേ? ആ ചേച്ചിയുടെ ചുണ്ടിനിപ്പോ എങ്ങനെയുണ്ട്? ഓക്കെ ആയോ? നല്ല മരുന്നൊക്കെ തേച്ച് ഓക്കെ ആക്കിയോ? അപ്പൊ ആ അവസ്ഥയിലൂടെ അല്ലേ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ചുണ്ടിന്റെ ഇതൊക്കെ മാറട്ടെ കേട്ടോ. ഞാനിപ്പോ ഏത് അവസ്ഥയിലാണ് പോകുന്നത്, അല്ലെങ്കിൽ എന്താണെന്നൊന്നും അറിയില്ല. വെറുതെ കളിയാക്കാൻ എല്ലാവർക്കും ഭയങ്കര മിടുക്കാണ്. എന്നെ നേരിട്ട് കണ്ട ആരും എന്തായാലും ഞാൻ എലിയാണെന്നോ പല്ലിയാണെന്നോ ഒന്നും പറയാറില്ല. ഇത് ശംഖു ശ്രീജിത്ത് എന്ന് പറയുന്ന ഒരു പെയ്ഡ് ആർട്ടിസ്റ്റാണ്. ഈ പുള്ളി ചെയ്തതിനോട് എനിക്ക് അത്ര വലിയ യോജിപ്പില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കലയാണ്. ആ കലയെ മറ്റൊരാളെ വേദനിപ്പിച്ചിട്ടുള്ള ഒരു കല നമുക്ക് നല്ലതല്ല. അത് ഞാൻ യോജിക്കുന്നില്ല. ഒരാളെ ബോഡി ഷെയിം ചെയ്ത് സംസാരിക്കുന്നില്ല ഞാൻ യോജിക്കുന്നില്ല. പക്ഷേ ഇപ്പൊ ചേച്ചി പറഞ്ഞൊരു ഡയലോഗ് ഉണ്ടല്ലോ, കല എന്ന് പറയുന്ന മറ്റൊരാളെ കുത്തി നോവിപ്പിക്കാൻ ഉള്ളതല്ലെന്ന്. ഇതാരേ വന്ന് പറയണേ? കാവിലെ തമ്പ്രാട്ടിയോ? അല്ല, ഇൻസ്റ്റാഗ്രാമിൽ തമ്പ്രാട്ടിയാണല്ലോ ഇപ്പൊ.
പൊന്നു ചേച്ചിയെ, കലേനെ കുറിച്ച് ഇത്രയും ധാരണ ഉണ്ടായിട്ടാണോ ഈ കണ്ട ഗോഷ്ഠികളൊക്കെ വന്നിട്ട് ഈ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊക്കെ കൂടി വന്നിട്ട് കിടന്ന് കാണിച്ചുകൊണ്ടിരിക്കണത്? അതായത് നിങ്ങൾ കാരണം എത്രയോ ആ, സ്ത്രീകളുടെ ഭാവി നഷ്ടപ്പെട്ടുള്ള കാര്യം നിങ്ങൾക്കറിയാമോ? എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് ഈ സിനിമ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളിൽ എത്തിപ്പെടാൻ വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ട ആൾക്കാരുണ്ട്. പക്ഷെ നിങ്ങളെ പോലുള്ള ആൾക്കാർ ഇതിനകത്ത് വന്നിട്ട്, അതായത് രേണുസുധിയെ പോലുള്ള ആൾക്കാർ ഈ ഷോർട്ട് ഫിലിമിനും മറ്റും അഭിനയിക്കുന്നത് കണ്ടിട്ട് ഓരോരുത്തരുടെ വീട്ടുകാർ പറയാൻ തുടങ്ങി, നിനക്ക് ഷോർട്ട് ഫിലിമിൽ പോയിട്ട് ഇങ്ങനെ അഭിനയിക്കാനുള്ളതല്ലേ, അതായത് നീ കാരണം മറ്റുള്ള ഒത്തിരി പേരുടെ കലേനെയാണ് നീ കൊന്നത്. ഉം. കാരണം അവരുടെ വീട്ടുകാരുടെ ഒരു സമ്മതത്തോടെ വന്നിട്ട് ഈ മേഖലയിലോട്ട് വരാനായിട്ട് എല്ലാവരും വിസമ്മതിക്കുന്നു. കാരണം എന്താ, നീ കിടന്ന അഴിഞ്ഞാട്ടം, ഈ ആണുങ്ങളുടെ കൂടെയുള്ള അഴിഞ്ഞാട്ടവും മറ്റും കണ്ടിട്ട് ആൾക്കാരൊക്കെ എന്താ വിചാരിക്കണത്, അതായത് വീട്ടുകാരെ എന്ത് സമാധാനത്തോടെ സ്ത്രീകളെ ഇങ്ങനെയുള്ള ഒരു ഷോർട്ട് ഫിലിമിലോട്ടും കാര്യങ്ങളും അഭിനയിക്കാനായിട്ട് വിടും. അവിടെ പോയി കഴിഞ്ഞാൽ നിന്നെ പോലെയുള്ള അപരാധം കാണിക്കലാണെന്നായിരിക്കും ഈ വീട്ടുകാരുടെ ചിന്ത. അങ്ങനെയുള്ള കലയെ നീ എത്രമാത്രം മോശമാക്കി കാണിച്ചിട്ടുണ്ട്, അതിനെക്കുറിച്ച് നീ ഓർത്തിട്ടുണ്ടോ? എന്നിട്ടാണ് നീ ഇപ്പം ഈ കലേനെ കൊല്ലരുത്, കൊല്ലാക്കൊല ചെയ്യരുതെന്നൊക്കെ വന്നിട്ട് ഈ അച്ചാരം പുച്ചാരം പറയുന്നത്. ആദ്യം നീ ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്ന് നീ ഒന്ന് മനസ്സിലാക്കുക. പിന്നെ നിന്നെ പറഞ്ഞിട്ടും കാര്യമില്ല, നീ കാണിക്കുന്ന എല്ലാ വൃത്തികേടിനും കൂട്ടി നിൽക്കുന്നത് നിന്റെ വീട്ടുകാർ തന്നെയാണ്. അതായത് ഒരു ഒരു ഇപ്പൊ നമുക്കൊരാൾ ഒരു ഗാർഡിയൻ ഉണ്ടാവും. ആ ഗാർഡിയൻ എന്ന് പറയുന്നത് ഭർത്താവാണ്. രേണുവിനെ സംബന്ധിച്ച് ഇപ്പൊ ഭർത്താവില്ല, പകരം അച്ഛനുണ്ട്, അമ്മയുണ്ട്, ചേച്ചിയുണ്ട്, ചേച്ചിയുടെ ഭർത്താവുണ്ട്, ഇത്രയും പേരുണ്ട്. എന്നിട്ട് ഒരാൾ പോലും നിന്റെ തെറ്റ് തിരുത്തി തരാൻ അവർ തയ്യാറായില്ലെങ്കിൽ പിന്നെ നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നീ എന്ത് ഗോഷ്ടി കാണിച്ചാലും, നീ എങ്ങനെയൊക്കെ പോയെന്ന് പറഞ്ഞാലും ഒരു കുഴപ്പമില്ല, അവർക്ക് കാശ് മതി. അവരെ, അതായത് നിന്നെ നന്നാക്കാനും നിനക്ക് നല്ല വാക്ക് പറഞ്ഞു വരാനും, മോളെ ഇതാണ് തെറ്റ് എന്ന് നിന്നെ ചൂണ്ടിക്കാണിച്ച് നേർവഴിയിലൂടെ നടത്താനും നിന്റെ വീട്ടുകാർക്ക് സാധിക്കുന്നില്ല. കാരണം എന്താ, അവർക്ക് കാശ് മതി, നിന്നോട് താല്പര്യമില്ല. അപ്പൊ നിന്നെ പറഞ്ഞിട്ടും കാര്യമില്ല, നീ ഇങ്ങനെ ആയിപ്പോയി. നിന്റെ വീട്ടുകാർ നിന്റെ കാര്യത്തിൽ ഇടപെടാതെ ഇരിക്കുന്നോളം കാലം ആര് പറഞ്ഞാലും നീ ഇനി കേൾക്കാനും പോകുന്നില്ല, നീ ഈ വഴി തന്നെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. ഒരിടക്ക് രേണു ഇതേപോലെ തന്നെ സങ്കടം പറഞ്ഞുകൊണ്ട് വന്നായിരുന്നു. നമ്മുടെ കിച്ചു ഇവർക്കെതിരെ വീഡിയോ ഇട്ടപ്പോഴത്തേക്കും കിടന്നിട്ട് കരഞ്ഞു മെഴുകി, ഞാൻ ആത്മഹത്യയുടെ വക്കിലാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോസ് ഇട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് പിറ്റേ ദിവസം വന്നിട്ട് രേണു അതിന് മറ്റേ അതായത് എൻജോയ്മെന്റ് ചെയ്തിട്ടുള്ള സബ്സ്ക്രിപ്ഷനിൽ അവളുടെ മറ്റേ ആട്ടമൊക്കെ കളിച്ചിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ട് സബ്ബുകാർക്ക് കൊടുക്കുക, അങ്ങോട്ട് സബ് ചെയ്തേക്കണവർക്ക് വേണ്ടിയിട്ട് രേണു അങ്ങ് ഇട്ട് കൊടുക്കുക. അങ്ങനെയാണ് രേണുവിന്റെ ഒരു പോക്ക്. അതായത് ഗ്രാഫ് ഇങ്ങനെ പൊങ്ങിയതാണ്, ഇങ്ങനെ പോയി. ഇപ്പൊ സങ്കടമല്ല ഒന്ന് കാണിച്ചേക്കണം. ഇനി അടുത്ത എപ്പിസോഡ് വരാൻ പോണത് തെറിവിളിയായിരിക്കും, അല്ലെങ്കിൽ ഒരു ആട്ടമായിരിക്കും, സബിലുള്ള അടുത്ത എന്തെങ്കിലും സംഭവങ്ങളായിരിക്കും ഇനി വരാൻ പോണത്. അതാണ് രേണുവിന്റെ ഗ്രാഫിന്റെ റേഞ്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇന്ന് നമുക്ക് ചേച്ചിയുടെ സന്തോഷമുള്ളൊരു വീഡിയോ നമുക്ക് കാണാം കേട്ടോ. ചേച്ചിനൊക്കെ ഒരാൾ പ്രശംസിച്ചതാ, അപ്പൊ ചേച്ചിയുടെ സന്തോഷം കൂടി നമുക്ക് കാണണ്ടേ. ഇപ്പൊ നമ്മൾ സങ്കടത്തിന്റെ വീഡിയോ അല്ലേ കാണും, സന്തോഷത്തിന്റെ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. ചെകുത്താൻ ചേച്ചിനെ അപ്രിഷ്യേറ്റ് ചെയ്തു എന്നുള്ള രീതിയിലാണ് ചേച്ചി വീഡിയോ ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു നമ്മുടെ മറ്റേ ചെകുത്താനാന്ന് തോന്നുന്നത്. അവൻ പിന്നെ ഇങ്ങനെയുള്ളതിനൊക്കെയല്ലേ അവൻ അപ്രിഷ്യേറ്റ് ചെയ്യുള്ളൂ. അതായത് ശ്രീനിവാസൻ സാറൊക്കെ വന്നിട്ട് അയാളെ ലെഗൻഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് ഇഷ്ടപ്പെടത്തില്ല. ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെയാണ് അവൻ അപ്രിഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ രേണു ചേച്ചി, അപ്പൊ നേരത്തെ രേണു ചേച്ചി സുന്ദരി അല്ലായിരുന്നു എന്നാണോ പറഞ്ഞത്? അപ്പൊ രേണു ചേച്ചി അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ? അങ്ങനെ ചേച്ചി ഒരിക്കലും അതിനെ അക്സെപ്റ്റ് ചെയ്യരുത് കേട്ടോ. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി രേണു ചേച്ചി ഇതിനകത്ത് നല്ല കവറിങ് ആയിട്ടൊക്കെ ഉള്ള ഉടുപ്പൊക്കെ ഇട്ടിട്ടല്ലേ വന്നേക്കണം. ചേച്ചിയുടെ സബിന്റെ ഒരു ഫോട്ടോ നമുക്കൊന്ന് കണ്ടു നോക്കാവേ. പക്ഷെ ഇവര് ഈ സബിലോട്ട് ഫോട്ടോ വരുമ്പോഴത്തേക്കും ഈ കുലസ്ത്രീയുടെ രൂപം അങ്ങ് മാറിപ്പോവാ. കാരണം എന്താ വെച്ചാൽ അവയവങ്ങളൊക്കെ പുറത്ത് ചാടി വരുന്നു. അതെന്താണാവോ അങ്ങനെ? നോർമലായിട്ട് വരുമ്പോഴത്തേക്കും പുള്ളിക്കാരി എന്താണ് നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ച് എല്ലാം മറച്ചു പിടിച്ച് ആരും ഒന്നും കാണല്ലേ, എന്റെ പാതിവൃത്യം നശിച്ചു പോകുമെന്ന രീതിയിലൊക്കെ. പക്ഷെ സബിലോട്ട് വരുമ്പോഴത്തേക്കും ഇവരുടെ ആ രീതികളൊക്കെ അങ്ങ് മാറുക. എന്താല്ലേ ഈ സബില് വല്ല ചാത്തൻ സേവ ഉണ്ടാന്നാവോ? ഈ സബിലെ വേഷം വരുമ്പോഴത്തേക്കും ഈ രേണു ചേച്ചിയുടെ
വസ്ത്രങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങിപ്പോകുന്നു, മാറിപ്പോകുന്നു. എന്താണല്ലോ ഇതിന്റെ അവസ്ഥ? എനിക്ക് തോന്നുന്നത് രേണു ചേച്ചിയുടെ സബിൽ കൂട്ടിച്ചാത്തൻ ഉണ്ടെന്നാ തോന്നുന്നത്. കൂട്ടിച്ചാത്തൻ, അതാണ് രേണു ചേച്ചിയുടെ സബിലോട്ട് വരുമ്പോഴത്തേക്കും ഈ വസ്ത്രങ്ങളൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകുന്നത്. എല്ലാം എൻ്റെ സുധിച്ചേട്ടന് വേണ്ടി, മക്കൾക്ക് വേണ്ടി എന്ന് ഓർക്കാൻ നേരത്താ എൻ്റെ മനസ്സിലൊരു ആശ്വാസം. കാരണം മക്കൾക്ക് വേണ്ടിയും മരിച്ചുപോയ സുധിച്ചേട്ടന്റെ അഭിമാനം നിലനിർത്താൻ വേണ്ടിയിട്ടും ഇത്രയും കിടന്ന് കഷ്ടപ്പെടുന്ന ഒരു ഭാര്യയെ, ഒരു വിധവയെ എവിടെ കാണും അല്ലെ? ഇപ്പോഴും പുള്ളിക്കാർ വിചാരിക്കണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ആട്ടത്തിനുള്ള സ്ഥലമാണ് എന്നാണ് ചേച്ചിയുടെ ഒരു ഐഡിയ. അതായത് ചേച്ചിയുടെ ചിന്താഗതി, ചേച്ചിയുടെ മൈൻഡിലോട്ട് ആരൊക്കെയോ കൂടി അടിച്ചേൽപ്പിച്ചിരിക്കുകയാണ് ഇങ്ങനെ ഒരു സംഭവം. അതായത് സബ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ ഈ തുണിയില്ലാതെ ഉള്ള ഈ ആട്ടം ആടാനുള്ള ഒരു സ്പേസ് ആണ് സബ്. എന്തായാലും യുവതലമുറകളൊക്കെ ഇതിനകത്തോട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ കണ്ടില്ലേ നമ്മുടെ കൃഷ്ണകുമാർ സാറിന്റെ മകളൊക്കെ വന്ന് ഇപ്പൊ എത്രയാ 10-16 ലക്ഷം രൂപയാണ്, അതിൽ കൂടുതലായിട്ടുണ്ടാവും മേ ബി. ചേച്ചി ഹൻസികയ്ക്ക് പെട്ടെന്ന് തന്നെ ചേച്ചി ഒരു വരുമാന മാർഗം ഉണ്ടാക്കി കൊടുത്തത്. എന്തായാലും ഒരുപാട് പേർക്ക് വഴി വെട്ടി കൊടുത്തിട്ടുണ്ട് ചേച്ചി. പുതുതലമുറകൾക്ക് ഏറ്റവും നല്ല ഭാവി വരാൻ വേണ്ടി ചേച്ചി കാണിച്ചു കൊടുത്ത ഒരു വഴിയാണ് ഇത്. അതേപോലെ തന്നെ രേണു ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട്. അത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാതെ ഈ രേണുവിന് ബോധമില്ലാത്തതാണോ എന്ന് ഞാൻ വിചാരിക്കണം. കാരണം വെച്ചാൽ പുള്ളിക്കാരി ജോലി വിടാൻ പോവുകയാണ് എന്ന് പറഞ്ഞൊരു റീൽ ഇട്ടേക്കണേ. ആ റീലിൽ പറയണത് അത് രേണുവിന്റെ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇത്ര രൂപ മാസം, ഇത്ര രൂപ രേണുവിന് കിട്ടുന്നുണ്ട്. അതൊരു 5 ലക്ഷത്തി സംതിങ് രൂപ ഈ സബിലൂടെ കിട്ടുന്നുണ്ട് എന്ന് കാണിച്ചിട്ടൊരു റീലാണ് അവര് ക്രിയേറ്റ് ചെയ്തിട്ട് ഇട്ടിരിക്കുന്നത്. ഈ രേണു എന്താ വിചാരിച്ചേക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രേണു അതിനും ഒരു വഴിതെളിച്ച് മാർഗം കാണിച്ചു കൊടുത്തു എന്ന രീതിയിലാണ് രേണു മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ രേണു അതെടുത്ത് സ്റ്റോറി ഇട്ടേക്കണം. എൻ്റെ പൊന്ന് എൻ്റെ അന്നദാതാവേ, നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളെ ട്രോളിയിരിക്കുകയാണ് അവര്. അതായത് പണിയെടുത്ത് ഇത്രയും കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഉണ്ടാക്കുന്നതിനേക്കാളും ഏറ്റവും എളുപ്പമുള്ള ജോലി രേണു ചെയ്യുന്നതാണ്. അതായത് സബിലൂടെ വന്നിട്ട് ഇതുപോലെ അങ്ങ് അഴിച്ചു മാറ്റി കാണിച്ചു കൊടുക്കുക. അതാണ് നമ്മുടെ ഈ ചേച്ചി ഉദ്ദേശിച്ചേക്കണം. പക്ഷെ രേണു ചേച്ചിക്ക് അതുപോലും മനസ്സിലാക്കാനുള്ള ബോധം ഇല്ലാതായി പോയി എന്ന് തോന്നുന്നു. എൻ്റെ പൊന്നു മാനേജർ കരീഷ്മ ചേച്ചിക്ക് അതൊക്കെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കുക. അതുപോലെ ഒരു ജാസിത്താത്തൊക്കെ അങ്ങ് കിടന്ന് സപ്പോർട്ട് ചെയ്യണല്ലേ, ഒന്ന് മനസ്സിലാക്കി കൊടുക്ക്. ഒരു പറഞ്ഞിട്ട് കാര്യമില്ല. സുധിച്ചേട്ടന് വേണ്ടിയിട്ട്, കൊച്ചുങ്ങൾക്ക് വേണ്ടിയിട്ട് കിടന്ന് കഷ്ടപ്പെടണേ. ആ കൊച്ചുങ്ങളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ആ ഇളയ കൊച്ചാണെങ്കിലോ രേണു എവിടെ പോയാലും ഒരു കുഴപ്പമില്ല. അതായത് അമ്മയായിട്ട് യാതൊരുവിധ അറ്റാച്ച്മെന്റും ഇല്ല. എന്റെ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന അമ്മയാണെന്നാണ് രേണു ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും കണ്ടാണ് രേണു കുറച്ച് നാളത്തേക്ക് ദുബായിലോട്ട് പോണേ എന്ന് പറഞ്ഞപ്പോൾ ഇതിന് രേണുവിന്റെ മകനൊന്നും മൈൻഡും കൂടി ചെയ്യുന്നില്ല. അമ്മ പോണെങ്കിൽ പോട്ടെ, എനിക്ക് എന്താ എന്ന് പറഞ്ഞിട്ടാണ്. അതായത് അമ്മയും മകനും തമ്മിലൊരു ബോണ്ടിങ് പോലും ഈ രേണുവും ഋതപ്പനും തമ്മിലില്ല. അത്രയും കഷ്ടമാണ് അവസ്ഥ.